ഹായ്ഡ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിയില്ലേ? ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഓണപ്പരീക്ഷ ഇങ്ങ് എത്തി. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുകയായിരിക്കും അല്ലേ? മിസ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യാൻ വി സ്റ്റിൽ ഡൈജസ്റ്റ് ഫാറ്റ് വിത്തൗട്ട് എ ഗോൾ ബ്ലാഡർ? നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ലിവർ എന്ന് പറയുന്നത് അല്ലേ? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമാണ് ബൈൽ ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബൈൽ ജ്യൂസിന്റെ ഫംഗ്ഷൻ? എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ, ലാർജർ ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ ചെറിയ സബ്സ്റ്റൻസസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഡൈജഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബൈൽ ജ്യൂസ് എങ്ങോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് ഡൈജഷൻ എല്ലാം കംപ്ലീറ്റ് ആവുന്നു. അതിനുശേഷം അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം എക്സ്ക്രീഷൻ പറഞ്ഞ പ്രോസസ്സ് വഴി പുറത്തേക്ക് റിമൂവ് ചെയ്ത് പോകുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. ഇനി എന്തായിരുന്നു മിസ് ആദ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ക്യാൻ വി സ്റ്റിൽ ഡൈജസ്റ്റ് ഫാറ്റ് വിത്തൗട്ട് എ ഗോൾ ബ്ലാഡർ? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ യെസ് ആണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ലിവറാണ് നമ്മുടെ ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടി അതിൻ്റെ സ്റ്റോറേജ് നടക്കുന്നത് ഗോൾ ബ്ലാഡറിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലിവർ അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗോൾ ബ്ലാഡർ അവിടെ ആബ്സെൻ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗോൾ ബ്ലാഡർ അവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ എമൽസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ലേ നിങ്ങൾ ചോദിക്കും. കറക്റ്റാണ്, പ്രോപ്പറായിട്ട് നടക്കും. പക്ഷേ അവിടെ ഒരു ഡിലേ ഉണ്ടാവും. അതായത് ഈ ഗോൾ ബ്ലാഡറിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഫാറ്റി മീലിന് ശേഷം ഫാറ്റ് എവിടെ ഉണ്ടാവും? നമ്മുടെ ബോഡിയുടെ അകത്തുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ഫാറ്റിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് ഗോൾ ബ്ലാഡറിൽ നിന്ന് നമ്മുടെ ബൈൽ ജ്യൂസ് റിലീസ് ചെയ്ത് അവിടെ എത്തണം അല്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാറ്റ് എല്ലാം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടൊരു ഫാറ്റി മീൽ എടുക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഗോൾ ബ്ലാഡർ ആബ്സെൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വളരെ ഡിലേ ആയിട്ട് പോകും. അത് അദ്ദേഹത്തിൻ്റെ ബോഡീനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഒരു മെഡിക്കൽ പ്രൊസീജിയർ ഉണ്ട് ഈ ഒരു ഗോൾ ബ്ലാഡറിനെ റിമൂവ് ചെയ്യുന്നതാണ്. ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ ഗോൾ ബ്ലാഡറിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊരു വരുന്ന ടോപ്പിക്കാണ് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളല്ല. ഇനി നിങ്ങളിത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് വളരെ ഒരു നഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് 7ൻ്റെ നിങ്ങളുടെ സിലബസിനൊപ്പം തന്നെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് ഉണ്ടല്ലേ ഈ ഒരു ടൈമിൽ വരുന്ന USS പോലെയുള്ള ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാം ഉണ്ട്. ഇനി നിങ്ങൾ 12th കഴിഞ്ഞാൽ നീറ്റ് JEE പോലെയുള്ള ഒരുപാട് എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും മറന്നു പോയില്ലെന്ന്. ഒരറിവും ചെറുതല്ല. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് തപ്പി പോകേണ്ടത് ഈ ഒരു എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്? അതിന് വേണ്ടിയിട്ടാണ് സൈലം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് ഫാൽക്കൺ ബാച്ച്. ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാൽക്കൺ ബാച്ചിൻ്റെ പ്രത്യേകതകൾ അല്ലേ? അതായത് നമ്മുടെ ആപ്പ് ക്ലാസ്സസ് പോലെ തന്നെ ഇവിടെയും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. ഇനി നിങ്ങളുടെ നോർമൽ ഷെഡ്യൂളിനെ ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സൺഡേസിലും അതേപോലെ തന്നെ ഹോളിഡേയ്സിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് വരാം. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഫാൽക്കൺ ബാച്ചിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. മിസ് എന്തായാലും അവിടെ ഫാൽക്കൺ ബാച്ചിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.